ചിന്നു വിശക്കുന്നു. ചിന്നുവായി എന്തോ എടി കൊണ്ടുവാടി വിശക്കണ്. ദാ വരുന്ന്. നിങ്ങൾ വിശന്നു. മുഖം ഇങ്ങനെ ഇരിക്കണ എന്നും ഈ ഇഡലി എന്ന് പറയുന്നത് എനിക്ക് ഉണ്ടായിരുന്നു കഴി. എന്നും ഇഡലിയാ? എന്നും ഇഡലി അല്ലേ? ഇന്നലെ ദോശ അല്ലായിരുന്നു? ഈ ദോശ അല്ലെങ്കിൽ ഇഡലി അല്ലേ? അനിപ്പോ എന്തോന്ന് കുഴപ്പം? അവൾ ഇതൊക്കെ ഉണ്ടാക്കാൻ എന്തുമാത്രം പാടുപെടണമെന്ന് അറിയാ. നീ അത് മനസ്സിലാക്കാത്തത്? ഞാൻ എന്തോന്ന് മനസ്സിലാക്കാൻ? ആഹാരത്തിന് കുറ്റവും പറഞ്ഞു നടക്കണം. ഇഡലിക്ക് ഇപ്പൊ കുഴപ്പം എന്തോന്നു? ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ രാവിലെ കഴിക്കാൻ ഇഡലി മാത്രമേ ഉള്ളൂ? ഈ ചപ്പാത്തിയോ അല്ലെങ്കിൽ ഇടിയപ്പോ പുട്ട ഒക്കെ ഉണ്ടാക്കണം, അത് ഉണ്ടാക്കി എന്ത് കുഴപ്പം? മതിയാ, കുറച്ചും കൂടെ ഉണ്ടാ ലിസ്റ്റ്. ഇടിയപ്പം, പുട്ട്, ചപ്പാത്തി, ബിരിയാണി. എനിക്കിപ്പോ ഇതേ പറ്റുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് മാത്രമല്ല എന്റെ ജോലി, എനിക്ക് വേറെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇതിപ്പോ കഴിക്കാൻ സൗകര്യപ്പെടുമെങ്കിൽ അങ്ങ് കഴിച്ചാൽ മതി. സൗകര്യപ്പെടുമെങ്കില്ല? എനിക്ക് സൗകര്യപ്പെടൂല. കണ്ട മക്കളെ, അവൻ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുക, നീ അവൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കാൻ പോവല്ലേ? അവൻ പെട്ടെന്ന് വയലന്റ് ആവും. എന്തൊരു ചെറുക്കയില്. ഇഡലി ഇരുന്ന് കഴിച്ചോണ്ട് വന്നു മതിയായിരുന്നു. മനുഷ്യൻ വിശന്നിട്ട് വയ്യ, ജാട കാണിക്കണ്ടായിരുന്നു. നീ എന്തൊരു കാണിച്ചത്? ആഹാരത്തിന് മുമ്പേ ജയിച്ചു വേടാ. എന്താ എനിക്കന്ന് ഇഡലി എടുത്ത് എനിക്ക് കയറ്റാൻ വയ്യ. എനിക്ക് അയ്യേ, ഇഡലിക്ക് എന്തോന്നാണ് റാമേട്ട എത്ര കുഴപ്പം? റാമേട്ട എന്ന് വിചാരിച്ചാൽ ഇതൊക്കെ ഭയങ്കര എളുപ്പം എന്നാണ്. അവിടെ ഇഷ്ടം പോലെ പണിയുണ്ട്. അതൊന്നും അത്ര നിസ്സാരമായിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ല. വലിയ കല്ല് കൊണ്ടുവച്ച് പുഴുങ്ങിയല്ലേ നീ ഇഡലി ഉണ്ടാക്കുന്നത്? വലിയ കല്ലൊന്നും പുഴുങ്ങിയൊന്നും എടുത്തില്ല. പക്ഷെ ഇതത്ര എളുപ്പപ്പണിയല്ല. മാവി തന്നെ എന്തോന്ന് മാമ ഇങ്ങനെ പറയണത്? ഒരു ആഹാരം ഉണ്ടാക്കണ എത്ര സിമ്പിൾ കാര്യമാണ്. എടി ഞാൻ കുറെ ഉണ്ടാക്കിയിട്ടുള്ളതിന് ദുബായിൽ കേട്ടാ, നമുക്കറിയാം ആഹാരത്തിൻ്റെതൊക്കെ. എന്ത് പറഞ്ഞാലും കൊണ്ടിട്ടോളൂ ഒരു ദുബായ് കൊണ്ട് ഇട്ടോളൂ. എടി ട്രിവാൻഡ്രം ദം ബിരിയാണി കഴിച്ചിട്ടുണ്ടാ? എങ്ങനെ കഴിക്കും? ഉണ്ടാക്കി തന്നല്ലേ കഴിക്കാൻ പറ്റും. എന്നാ റെഡി ആയിക്കോ, ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോവേ. ആര്? ഞാൻ. നിങ്ങൾ ബിരിയാണി ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകണം? ട്രിവാൻഡ്രം ദം. നിങ്ങൾ ഇതിന് പിന്നെ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടാ? മനുഷ്യാക്കടം തള്ളാണ് ഇവിടെ. ഇതിന് ഉണ്ടാക്കിയിട്ടുണ്ടാ? ഞാനാ? എടി ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്ന ദിവസം ഉണ്ടല്ലോ, കംപ്ലീറ്റ് മലയാളികൾ എന്റെ റൂമിലാണ്. മനസ്സിലായോ? എന്തിനു പറയണം, അറബികൾ വരെ വന്ന് തിന്നോണ്ട് പോവാ എന്റെ ബിരിയാണി, അറിയാമോ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ദുബായ് ഇത്രയും ഗതികെട്ട അറബികളുണ്ട്, റാമന്റെ ബിരിയാണി വന്ന് തിന്നാൻ? എന്റെ ബിരിയാണി എത്ര നല്ലതാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, മനസ്സിലായോ? കടന്ന് പ്രസംഗിക്കാതെ ഉണ്ടാക്കും. ഞാൻ ഉണ്ടാക്കി കാണിച്ചാടി, ഞാൻ ഉണ്ടാക്കാൻ തന്നെ പോണം. ഉണ്ടാക്ക്. ഹലോ, അവിടെ പോണ്? അടുക്കള അകത്താ. ഓ, അകത്താണല്ലേ? അത് പിന്നെ എനിക്ക് അറിവുണ്ടായിരുന്നല്ല. പിന്നെ അങ്ങോട്ട് എവിടെ പോണം? എനിക്ക് മാജിക് ഒന്നും അറിഞ്ഞൂടാ. കാണിക്കുമ്പോ ചിക്കൻ വരുത്തേ. ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ ചിക്കൻ വേണോ? അപ്പൊ അത് വാങ്ങിക്കാനാണ് പോണത്. ചിക്കൻ വേണം, ഉള്ളി വേണം, മസാല വേണം, അങ്ങനെ എണ്ണ വേണം, അങ്ങനെ പല സാധനങ്ങളും വേണം. അത് വാങ്ങിക്കണം. എന്നാ പോയി വാങ്ങിക്കോ. അങ്ങോട്ട് ഇവിടെ ഉണ്ടാക്കുന്നത് വല്ലതും തിന്നോണ്ട് പോരാർക്ക. ഇവിടെ കിടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ. ഉണ്ണിപ്പിള്ളക്ക് ബിരിയാണി വേണോ? തിന്നാൻ വേണോ? ബിരിയാണി തിന്നോണ്ട് ആദ്യം മതി. ബിരിയാണി മാമ പ്രോത്സാഹിപ്പിച്ചൂട്. ചേട്ടൻ പോയി വാങ്ങിക്കോ, സാധനം വാങ്ങിക്കോ. കാണിച്ച പോണില്ലേ? രാമണ്ണീസ് അൽ ട്രിവാൻഡ്രം ദം ബിരിയാണി. ഏത് ദം? ദം നടക്കൂ. ബിരിയാണി ഉണ്ടാക്കുമോ? മാമന്റെ മോനെ പറ്റി തന്നെ എന്റെ അടുത്ത് ചോദിക്കുന്നത്. അത് ഇവിടുന്ന് വിശന്ന് കത്തി ഇറങ്ങി പോയത്. പോണ വഴിക്ക് വല്ല ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിച്ചിട്ട് വരും. ബിരിയാണി ഉണ്ടാക്കണ ബെസ്റ്റ് ഐറ്റം. ഈ രാമേട്ടൻ എന്തൊരു ദേഷ്യമല്ലേ മാമ? എന്റെ പൊന്നു മക്കളെ, അവന്റെ സ്വഭാവം നിനക്കറിയാലേ. നീ ഒന്നും പറയാൻ പോണ്ട. എന്നാലും മാമനൊന്ന് പറഞ്ഞു തിരികൂടി. എന്റെ പൊന്നു മക്കളെ, നീ കണ്ടിട്ടില്ല അവൻ എന്നെ എന്തൊക്കെയാണ് പറയുന്നത്? ചിക്കൻ
അതായത് മസാല മസാല അങ്ങനെ യൂട്യൂബ് എടുത്ത് നോക്കാം എത്ര വലിയ പാടും. എന്താ പരിപാടി? ഞാൻ പറഞ്ഞല്ലോ ചിക്കൻ ബിരിയാണി വെക്കാൻ പോണം. ബിരിയാണി എന്നിട്ട് എന്നിട്ട് എന്തൊരു ചിക്കൻ നാട്ടിലിരിക്കുന്ന മസാല ഇടാൻ പോണം. ചിക്കനിൽ പിന്നെ മസാല ഇടാൻ ആദ്യമേ അപ്പൊ ചിക്കൻ കഴുകിയൊന്നും വേണ്ടേ? കഴുക പിന്നെ എനിക്ക് അറിയണമായിരുന്നല്ലോ കഴുകണമെന്ന്. ഇപ്പൊ മസാല ഇടാൻ പോണെന്ന് പറഞ്ഞു. അത് കഴുകിയിട്ടാണ് മസാല ഇടുന്നത്. എങ്ങനെ ലെക്സ് സോപ്പ് ഉപയോഗിക്കണോ അതോ വിം ഉപയോഗിച്ചാൽ മതിയോ? വിം ഉപയോഗിച്ചാൽ മതി. മതിയല്ലേ? മതി. ഞാൻ എന്റെ സൗകര്യം പോലെ ചെയ്തോളാം. ഓ ഞാൻ ഇപ്പൊ ഓർമ്മിപ്പിച്ചപ്പോഴാണ് ഓർക്കണത്. അല്ലെങ്കിൽ നേരെ മസാല വെച്ച് വെച്ചാ. നീ എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും ചാണ്ടി ചാണ്ടി ചെയ്യുന്നു? നീ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കട്ടെ. എന്ത് 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 എന്ത്? അല്ല എനിക്ക് മനസ്സിലാവണില്ല. എന്ത് എന്ത്? നിങ്ങളെന്തിനാ ഇവിടെ നിൽക്കുന്നത്? ഉണ്ടാക്കണം കാണാൻ. അയ്യോ അങ്ങനെ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ചേട്ടല്ലേ പറഞ്ഞ ഉണ്ടാക്കുമ്പോ മലയാളികളെല്ലാം കൂടെ അത് ഉണ്ടാക്കുമ്പോ തിന്നാൻ വരും എന്നാണ് പറഞ്ഞത്. ഉണ്ടാക്കണ കാണാൻ ഞാൻ എന്റെ റെസിപ്പി അങ്ങനെ കോപ്പി അടിക്കാൻ സമ്മതിക്കാറില്ല. അയ്യോ ഇങ്ങനെ മക്കളെടാ നമ്മളൊന്ന് കണ്ടോട്ടെടാ. വേണ്ട അച്ഛ. മാമ നാണം. മകളെ ഒന്ന് കണ്ടോട്ടെടാ. അയ്യോ അച്ഛ കാണണ്ട അച്ഛ. ഈ അടുക്കളയിൽ ഇന്ന് തുരുമ്പിച്ച കത്തി എന്റെ അച്ഛൻ അങ്ങനെയുള്ള ആരും ഇവിടെ വേണ്ട. എല്ലാരും ഇറങ്ങി. ഓ ഇറങ്ങ. നീ ഇറങ്ങ്. അങ്ങനെ ഇറങ്ങണെന്ന് ഇപ്പൊ കണ്ടപ്പോ എന്തോന്നു? അങ്ങനെ ഞാൻ കാണിക്കുന്നില്ലല്ലോ. അങ്ങനെ കാണിക്കുന്നില്ലല്ലോ. കഴിച്ചാ മതിയല്ലോ. എനിക്ക് മനസ്സിലായി. കോൺഫിഡൻസ് ഇല്ല. അതെ അതെ എന്താണെങ്കിലും ശരി. പതറാൻ ഞാൻ പഴയ സ്പീക്കർ അല്ലേ. ഇറങ്ങ. തള്ളണ എന്തിന്? ഒരു ഈച്ചകള് വേണ്ട. ഇറങ്ങ. അങ്ങനെ ഇപ്പൊ ഡോർ അടയ്ക്കണ്ട. ഡോർ അടച്ചുള്ള പരിപാടി എന്തോ ഇറങ്ങുന്നില്ല. ഈസി ബിരിയാണി. റേഞ്ച് ഇല്ലേ? എന്തെങ്കിലും ചെയ്യാം. നീ തിരിച്ചു പോയാ? എല്ലാ സ്ഥലത്തും നീ തന്നെ ഇങ്ങനെ എത്തണം എന്ന് പറഞ്ഞ ഒരു കഷ്ടമാണല്ലേ. നിന്നെ ആരും ഹെൽപ്പ് ചെയ്യാനൊന്നും ഇല്ലേടി അവിടെ? അതൊക്കെ എന്റെ റാമേട്ടൻ കേട്ടാ. പിന്നെ ഒരു സാധനം ഇങ്ങനെ കഷ്ടപ്പെടാൻ സമ്മതിക്കൂല. എല്ലായിടത്തും വന്ന് എന്തൊരു സപ്പോർട്ടാണെന്നറിയാം. നീ അതൊക്കെ കുറച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാതെ എന്ത് അങ്ങേർക്ക്? ഇപ്പൊ ഇന്ന് തന്നെ ഞാൻ രാവിലെ അടുക്കളയിൽ കയറിയപ്പോഴത്തേക്കും വേണ്ട ചിന്നു നീ ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞ് എന്നെ ഇവിടെ കൊണ്ട് പിടിച്ചിരുത്തിയതാ ബിരിയാണി വെക്കുവാണ്. അതറിയാടാ സൊല്ലക്കി. പിന്നെ ഇതൊക്കെ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവും കേട്ടാ. നീ പറയാതിരിക്കണോണ്ടാണ് കുറച്ചായിട്ട്. എടീ എനിക്കും വേണമെങ്കിൽ സെർവന്റിനെ വെക്കാം. പിന്നെ നമ്മൾ ആ ഒരു പ്രൈവസി പോവല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അതിന്റെ ആവശ്യമില്ലല്ലോടാ. എല്ലാ സ്ഥലത്തും ഞാനും റാമേട്ടനും കൂടെ ഒരുമിച്ചല്ലേ എല്ലാ ജോലിയും ചെയ്യുന്നത്. നമ്മളെല്ലാം ഷെയറിങ് ആണ്. ഈക്വൽ വർക്ക്, ഈക്വൽ റെസ്പോൺസിബിലിറ്റി. അത് റാമേട്ടന് വലിയ നിർബന്ധം. എടി ഒരു മിനിറ്റ് എനിക്ക് കോള് വരുന്നേ. ഹലോ ചിന്നു. ആ ഞാനൊരു കാര്യം ചോദിക്കാൻ വിളിച്ചു. ഈ മല്ലിയില എവിടെ ഇരിക്കുന്നു? അത് ഫ്രിഡ്ജിന്റെ അകത്ത്. ഫ്രിഡ്ജില്ല. തക്കാളി തക്കാളി മല്ലിയിലൊക്കെ എവിടെ ഇരിക്കും? ഫ്രിഡ്ജിലല്ലേ ഇരിക്കുള്ളൂ. വെച്ചോ. അല്ല ഒരു മിനിറ്റ്. ഈ കറുകപ്പട്ട അങ്ങനെയുള്ള ഞാൻ വരണോ? വേണ്ട ഇങ്ങോട്ട് വരെയൊന്നും വേണ്ട. ഓ ശരി. ഇനി ആരെ വിളിക്കാം? ലക്ഷ്മി വിളിച്ചിട്ട് കുറെ നാളെ. അവളെ വിളിക്കാം.
ഹലോ ഹലോ, ആ ഞാൻ തന്നെ. കട്ടായി പോയി. എന്ത് മനുഷ്യ ചുമ്മാ ഫോണിൽ വിളിക്കണേ? വിളിച്ചതാ? അത് ഈ ചിക്കൻ കഴിവുള്ള പാത്രം അവിടെ ഇരിക്കുന്നു. ബെസ്റ്റ്, നിങ്ങൾ ഇതുവരെ ചിക്കൻ കഴുകി കഴിഞ്ഞില്ലേ? അപ്പൊ അത് താഴെ ഉണ്ട്, എടുത്തോ. നമ്മൾ വാങ്ങിച്ച ഈ മറ്റേ ജീരകശാല അരി ഇരിപ്പുണ്ടോ അവിടെ? അരി ആ മേളത്തെ ഷെൽഫിലുണ്ട്. അത് ഇരിപ്പുണ്ടാന്നല്ലേ ചോദിച്ചോളൂ. അതിന് ഫോൺ വിളിക്കണ്ട, ഞാൻ അങ്ങോട്ടൊന്ന് ഹെൽപ്പ് ചെയ്യാന്ന്. ഇങ്ങനെയൊന്നും വരണ്ട. ശരി, ഞാൻ വെക്കുന്നു. എന്റെ ദൈവം, ഇതുമെല്ലാം നടക്കൂ? ഉപ്പ് കൂടിയാ? പിന്നെ കുറച്ച് മസാല. ഇരിക്കട്ടെ. കുറച്ചുപ്പും കൂടി ഇടാം. അമ്മക്ക് പറ്റാത്ത എരി കൂടുതലാണോ? കുറച്ച് അരിയും കൂടെ വരുമ്പോ കറക്റ്റോ. ഹലോ. സുരാ, പിന്നെ മാരുതി 800 ഇല്ലേ വണ്ടി, അതിന്റെ സ്റ്റിയറിങ്ങിന്റെ ബുഷ് ഒന്ന് എടുത്തു വെച്ചരാ. കാരണം ഇത് ഇവിടുത്തെ സ്റ്റിയറിങ് ശരിയാവുന്നില്ല, ഭയങ്കര ടൈറ്റ്. ഞാൻ വൈകുന്നേരം വരാം, നീ ഒന്ന് എടുത്ത് വെച്ചരാ. ശരി ശരി. എന്ത് കഷ്ടം. ആശാനെ, ഗുഡ് മോർണിംഗ്. മോർണിംഗ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. രാവിലെ അടുക്കളയിൽ ജോലിയൊന്നും ഇല്ലേ? പിന്നെ ചുമ്മാ ഇരിക്കണം. ഇന്ന് ഞാൻ ഫുൾ ഫ്രീ ആണ്. അടുക്കള പറഞ്ഞ മൊത്തം ഏറ്റെടുത്തിരിക്കുന്ന റാമേട്ടന്. രാമണ്ണനാ? എന്തിനാണേ? ഇന്ന് ബിരിയാണി ഉണ്ടാക്കുകയാണ്. ബിരിയാണിയാ? വെറും ബിരിയാണി അല്ല, അറബികൾ വരെ ഒറ്റക്കാലിൽ നിന്ന് കഴിക്കുന്ന അൽ ബിരിയാണി. ഞാൻ പോട്ടെ ചേച്ചി. ആണെടാ, ഞാൻ ഈ ഒറ്റക്കാലിൽ ഇരിക്കണ ബിരിയാണി ഒന്നും കഴിക്കില്ല ചേച്ചി. നീ എവിടെ പോണു? വീട്ടിൽ പോണം. ഇങ്ങോട്ട് പാടാ. നീ വെറുതെ പോലെ പോവാ, നീ വാ. ബിരിയാണി കൊള്ളായിരിക്കും? കൊള്ളായിരിക്കടാ. പിന്നെ ഞാൻ നിക്കാം. ഇവിടെ ഇതൊന്ന് ഇറക്കി പിടിച്ചോ. അരിച്ച് പിടിച്ചോളാം. പിടിക്കാം. ഇരിക്കി പിടിയിടാ. അബ്ദുൽ ഖാദർ, എടാ ഞാനാണ്ടാ. എടാ നീ അന്ന് നമ്മളെ റൂമിൽ വെച്ച ബിരിയാണി ഇല്ലേ? അത് ഞാൻ വീട്ടിൽ വെച്ച് കേട്ടാ. എടേ പക്ഷെ ചെറിയൊരു പ്രശ്നമാണ്. അത് ഈ അരി എപ്പോഴും വിസിലാക്കണില്ല. ഡേ അത് വിസിലൊന്നും കേൾക്കണില്ല. ഒരു 3/4 മണിക്കൂറായി കാണും. വിളിക്കാം. എന്തിനായി അച്ഛാ? ആകുമ്പോ പറയാ അച്ഛാ. വയറ് വച്ചന്ന് ജീവൻ പോണടേ. അച്ഛാ ഇത് തട്ടിക്കൂട്ട് പരിപാടിയല്ല. ഞാൻ ഇത് അറബിക് മസാലയാണ്. ഇത് ആവാൻ കുറച്ച് സമയം എടുക്കും. രുചിയോടെ തിന്നണോ? നിനക്ക് ബിരിയാണി ഉണ്ടാക്കാൻ അറിയാമോ? പിന്നെ ഞാൻ ബിരിയാണി അല്ലേ ഇവിടെ ഉണ്ടാക്കണം. അച്ഛൻ എന്താ അച്ഛാ? കുക്കറിൽ വിസിലില്ലല്ലേ? കുക്കറില് വിസിലില്ലല്ലോ. ഞാൻ അച്ഛൻ്റെ നേരത്തെ പറഞ്ഞല്ല, ഇത് അറബിക് മസാലയാണ്, സമയം എടുക്കുമെന്ന്. ആദ്യമേ എടുത്ത് വിസിലിടൂല, അത് കുറച്ച് വെന്ത് പോണം, എന്നിട്ടാണ് വിസിലിടുന്നത്. ആകുമ്പോ വിളിക്കാം. എനിക്ക് വിശന്ന് വയ്യടായി. അച്ഛൻ എണ്ണിക്കോ. 6ാമത്തെ വിസിലില് ബിരിയാണി നിങ്ങളുടെ മുമ്പേ ഇരിക്കും. ശരി, 6ാമത്തെ വിസിലിൽ ഞാൻ വരാം. തള്ളി വിസിലിട്ടിട്ടില്ലേ അതില്? അടിയടേ ഓ എന്തെങ്കിലും പ്രശ്നമുണ്ടാ? ഇവിടെ ഒരു പ്രശ്നവുമില്ല.
അനക്കൊന്നും ഇല്ലല്ലോ. ഞാൻ തന്നെ ചുമ്മാ ഇരുന്നാലാണ് ഇവിടെ ബിരിയാണി ആവേയല്ലേ. സത്യം പറ, വല്ല കുഴപ്പത്തിൽ പെട്ടിരിക്കുക തന്നെ. ഞാൻ ഒരു കുഴപ്പത്തിലും പെട്ടിരിക്കുകയല്ല. ഡോക്ടറെ അടുത്ത് ഭാര്യ അടുത്ത് കള്ളം പറയല്ലേ. ഓടി കിടന്നു. എന്റെ സഹായം വേണോ? എന്റെ ഒരു സഹായം വേണ്ട. ഉറപ്പ്? ഞാൻ ബിരിയാണി വെച്ച് കിറ്റാകുമ്പോ എന്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ വന്ന് നിൽക്കണം. ഓ വേണ്ട, നിങ്ങൾക്ക് സഹായം എല്ലാം വേണോ? എന്റെ ഒരു സഹായം വേണ്ടേ? ഉറപ്പാണോ? ഉറപ്പ്. ഞാൻ പോവേണേ. നീ ബിരിയാണി കഴിക്കാൻ റെഡി ആയിട്ടിരുന്നോ? കൈ കഴിക്കോ? ഓ ശരി. അഞ്ചെണ്ണമായി. ഇല്ല ഇല്ല, 4. ചുമ്മാ ഞാൻ എണ്ണിക്കൊണ്ടിരിക്കുകയല്ലേ. ആശാനെ ഞാനും എണ്ണിക്കൊണ്ടിരിക്കുകയല്ലേ ഇവിടെ. ആറാമത്തെ ഓടിവാ. എന്തോ പേടിച്ചോ അല്ല മനുഷ്യൻ. അല്ല പോലെ 6 വിസിൽ കേട്ട് കേട്ടോ. 6 വിസിൽ കേട്ട്. 6 വിസിലോ? നോക്കാൻ എന്ത് ചെയ്യുന്നവൻ. രാമേട്ടാ, രാമേട്ടാ. ഓ ഞാൻ അങ്ങോട്ട് പോയി ഇഷ്ടപ്പെടൂല്ല. ഞാനും വരാം. ഞാനും വരാം. സബാഷ്. ഇതെന്തേ ബിരിയാണി കഞ്ഞി? എന്തോന്നൊക്കെ കാണിച്ചിട്ടേക്കണമെന്ന്. ഇനി എത്ര മണിക്കൂർ ഇരുന്ന് ഞാൻ വൃത്തിയാക്കിയതൊക്കെ ഒന്ന് ശരിയാവും. ഇതിപ്പോ ബിരിയാണി ഇല്ല, എന്റെ അടുക്കളയും തലകുത്തനാക്കിയിട്ട്. സമ്മതിക്കണം. രാവിലെ 2 ഉണക്ക ഇഡ്ഡലി തിന്നോണ്ട് നിൽക്കുകയാണ്. എന്തോന്ന് നല്ല ഇഡ്ഡലി അല്ലേ? നോക്ക് ഇനി എന്തിനു കഴിക്കില്ല നമ്മള്. ഞാൻ രാവിലെ ആശാനോട് പറഞ്ഞാണ് എനിക്കൊന്ന് ലീവ് വേണമെന്ന്. നീ ലീവ് എടുത്ത എങ്ങനെ? ഇത് മൊത്തം നീയാണ് തിന്നു തീർക്കേണ്ടത്. എനിക്ക് വേണ്ട, ഇത് കണ്ടപ്പോ തന്നെ എന്റെ വിഷമം മാറി. അണ്ണനെ എന്നെ കലയിക്കൊടു. ഇതിൽ എന്തോടെ കലക്കമുള്ളത്? വയറ് ചെന്ന് ജീവൻ പോണം എനിക്ക്. ആരെ ബെല്ലടിക്കുന്നില്ലേ? അങ്ങോട്ട് പോയിട്ട് വരാം. എന്താണ് പശുവിനുള്ള കാടിയുള്ളൂ? നേരോട്ട് നോക്കി ചേട്ടാ അവനടുത്ത് ദേഷ്യപ്പെടുന്നതിന്. അയ്യോ പശുവായിട്ട് മാറി. ശരിയാണ്. ഉമ്പയെന്നൊക്കെ വിളിക്കുന്നു. ശരിയാടാ, നിനക്കുള്ള കാടി വെള്ളം തന്നെ അതിന്റെ അതിരിക്കണം. ഒരു ബിരിയാണി ഓർഡർ ഉണ്ടായിരുന്നു. ബിരിയാണി ഇവിടെ ആരും ഓർഡർ ചെയ്തില്ല. ഇവിടെ ഇവിടെ നിന്നുണ്ടായിരുന്നു ഓർഡർ. ഉണ്ണീസ് ഗ്യാരേജ് അല്ലേ ഇത്? ഉണ്ണി കാര്യം ചെയ്ത് തന്നെ. ഇവിടെ നിന്നൊരു ഓർഡർ ഉണ്ടായിരുന്നു. ചെയ്തില്ലല്ലേ? ഞങ്ങൾ ആരും ചെയ്തില്ല. ഒരു ചിന്നു എന്ന് പറഞ്ഞു. ചിന്നുവാ? അത് ഇവിടെ തന്നെ. ശരി ശരി. ചിന്നുവായി എന്തോ? ഇങ്ങോട്ട് വാ മക്കളെ. മക്കള് വാ. ഇരി മക്കളെ ഇരി. ബിരിയാണി ബിരിയാണി വാ കഴി. അരി മക്കളെ ഇവിടെ വന്നിരിക്കുന്നു. മക്കളെ നിനക്ക് എങ്ങനെ മനസ്സിലായി ഇവൻ ഈ ബിരിയാണിയെ കുളമാക്കും? ഞാൻ അത് എത്ര കണ്ടിട്ടുണ്ട് മാമ. ഇപ്പൊ ആദ്യത്തെ തവണ ഒന്നുമല്ലല്ലോ. പരാജയപ്പെട്ടവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കഴിക്കാം മാമ. കുഴപ്പമില്ല മക്കളെ തിന്നെ. കൊള്ളാവോ ചേട്ടാ? കൊള്ളാമോ? കഴിക്കുമ്പോ സംസാരിച്ചൂടാ.